പിന്നെ ചുംബനപ്പൂട് കൊണ്ട് മൂടി ചാരുകേശി രാഗം, അതും കുറച്ച് ക്ലാസ്സാണ്. എന്ന് കരുതി ഞാൻ സംഗീത സംവിധാനമായിട്ട് അങ്ങ് ഇറങ്ങി പുറപ്പെട്ടൊന്നുമില്ല. പലരും ചോദിച്ചു സംഗീതം പറഞ്ഞാൽ പറ്റില്ല. അതെന്താ? ഞാൻ എൻ്റെ പടത്തിനെ ചെയ്യുന്നത്, എൻ്റെ ഇഷ്ടം. ആ പാട്ടുകളിൽ 7 പാട്ടുകളും സൂപ്പർ ഹിറ്റുകൾ എന്ന് മാത്രമല്ല, മലയാള സിനിമയിൽ ഒരു സംഗീത സംവിധായകന് ആദ്യമായി ഗോൾഡ് ഡിസ്ക് കിട്ടുന്നത് അതിനാണ്. ബന്ധുക്കൾ സത്യക്ക് ഗോൾഡ് ഡിസ്ക് കിട്ടി. ഒരാഴ്ച 1 ലക്ഷം കോപ്പി വിറ്റു കാസറ്റ്. ചുംബനപ്പൂ കൊണ്ടു മൂടി എൻ്റെ തമ്പുരാട്ടി നിന്നെ ഉറക്കാം. ചുംബനപ്പൂ കൊണ്ടു മൂടി എൻ്റെ തമ്പുരാട്ടി നിന്നെ ഉറക്കാം. ഉന്മതന്നുണ്മയാം കണ്ണുനീർ, ഉന്മതന്നുണ്മയാം കണ്ണുനീറനുരാഗത്തേനെന്നു ചൊല്ലി ഞാനൂട്ടാം, തേനെന്നു ചൊല്ലി ഞാനൂട്ടാം. ചുംബനപ്പൂ കൊണ്ടു മൂടി എൻ്റെ തമ്പുരാട്ടി നിന്നെ ഉറക്കാം. അദ്ദേഹത്തിൻ്റെ വരികൾക്കുള്ള ഞാൻ മനസ്സിലാക്കിയ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് നമ്മുടെ വളരെ സിമ്പിളായിട്ട് ഫിലോസഫിക്കലായിട്ടുള്ള ചില തോട്ട്സ് കൺവേ ചെയ്യും അദ്ദേഹത്തിൻ്റെ ലിറിക്സിലൂടെ. അതായത് കാണുന്ന സ്വപ്നങ്ങളെല്ലാം ഫലിച്ചാൽ കാലത്തിൻ കൽപ്പനയ്ക്കെന്തു മൂല്യം എന്ന വരികളുണ്ട് അതിൽ. നമ്മുടെ ഭാജനം എന്നും നിറഞ്ഞിടുകിൽ നാരായണൻ എന്തിനമ്പലങ്ങൾ. വളരെ ശരിയല്ലേ അത്? നമ്മൾ എപ്പോഴും എല്ലാം നിറവോടുകൂടി ഇരുന്നാൽ നമ്മളാരും പ്രാർത്ഥിക്കില്ല, അമ്പലങ്ങളും ഒക്കെ വെറുതെ ആയി പോവും എന്നുള്ള ഒരു അത് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന വിധത്തിൽ. കാണുന്ന സ്വപ്നങ്ങൾ എല്ലാം ഫലിച്ചാൽ കാലത്തിൻ കൽപ്പനയ്ക്കെന്തു മൂല്യം. കാണുന്ന സ്വപ്നങ്ങൾ എല്ലാം ഫലിച്ചാൽ കാലത്തിൻ കൽപ്പനയ്ക്കെന്തു മൂല്യം. നമ്മുടെ ഭാജനം എന്നും നിറഞ്ഞാൽ നാരായണനെന്തിനമ്പലങ്ങൾ. നെടുവീർപ്പും ഞാനിനി പൂമാലയാക്കും, ഗദ്ഗതങ്ങൾ പോലും പ്രാർത്ഥനയാക്കും, ഗദ്ഗതങ്ങൾ പോലും പ്രാർത്ഥനയാക്കും. ചുംബനപ്പൂ കൊണ്ടു മൂടി എൻ്റെ തമ്പുരാട്ടി നിന്നെ ഉറക്കാം. 21 വർഷം കഴിഞ്ഞ് ഞാനിപ്പോൾ അമ്മയ്ക്കൊരു കാലഘട്ടം പടം എടുത്തു. പക്ഷേ ഈ പടത്തിലും ഞാൻ തന്നെയാണ് സംഗീതം നൽകിയത്, പാട്ട് നൽകിയത്. ഞാൻ നേരത്തെ ചെയ്യുന്ന പോലെ എൻ്റെ മനസ്സിൽ വന്ന് ഈണം, അങ്ങനെ വരികളുടെ കൂടെ വന്ന് ഈണം അങ്ങനെ ഇടുമായിരുന്നു. അത് ഭാഗ്യത്തിന് പാട്ടെല്ലാം ഹിറ്റാണ്, വളരെ പോപ്പുലറാണ് പാട്ടുകൾ. അതിൽ ഓർമ്മ പെയ്യുകയായി നിന്നോർമ്മകൾ പെയ്യുകയായി, ഓർമ്മ പെയ്യുകയായി നിന്നോർമ്മകൾ പെയ്യുകയായി, ഓർമ്മ പെയ്യുകയായി നിന്നോർമ്മകൾ പെയ്യുകയായി, ഓർമ്മ പെയ്യുകയായി നിന്നോർമ്മകൾ പെയ്യുകയായി. ഈ പാട്ട് വളരെ പോപ്പുലറാണ്. ഇത് നമ്മുടെ ഈ ഏതോ ഒരു പിന്നെ ചാനലിൽ ടോപ്പ് 10 എന്ന് പറഞ്ഞ് കാണിക്കുമല്ലോ, അതിൽ 2 ആഴ്ചകളിൽ ഈ പാട്ട് നമ്പർ 1 ആയി. അപ്പോൾ അത് ഇപ്പോഴും എൻ്റെ ഈണം ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിന് തെളിവാണ്. ഇന്ദ്രനീല നിറം കവർന്നു വളർന്നു വർഷവനം, ഇന്ദ്രനീല നിറം കവർന്നു വളർന്നു വർഷവനം, അമ്പരം പ്രണയാർദ്രമായി പുതു കവിത എഴുതുകയാ,
മുകിൽ പുഷ്പങ്ങളാൽ നിന്നോർമ്മ പെയ്യൂ